രാത്രിയിൽ കണ്ണാടി നോക്കരുത് എന്ന് പല പഴയ ആളുകളും പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതോ അത് അന്ധവിശ്വാസത്തിൽ ഉൾപ്പെടുന്നതാണോ? ചോദിച്ചിരിക്കുന്നത് റൈഹാനത്ത് ബീവിയാണ്, കോഴിക്കോട് നിന്നും. അന്ധവിശ്വാസങ്ങളായ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും. അപ്പോൾ അതിൽപ്പെട്ടതല്ല ഇത് രാത്രിയിൽ കണ്ണാടി നോക്കരുത് എന്ന് ഹദീസുണ്ട്. നമ്മൾ തഴവ ഉസ്താദ് പാടിയ ഒരു ബൈത്തുണ്ട്, നീരാത്രിയിൽ കണ്ണാടി നോക്കരുതെന്ന കോങ്കണ്ണനായി തീരുന്നതും ശരി തന്നെ. അതിൻ്റെ ഒരു ഗുഡൻസ് എന്തെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് രാത്രി നിങ്ങൾ കണ്ണാടി നോക്കുന്നത് നന്നല്ല, കണ്ണിന് രോഗം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡോക്ടർമാരോട്, കണ്ണ് വിദഗ്ധന്മാരോട് ചോദിച്ചാൽ ചിലപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ മറുപടി നമുക്ക് ലഭിക്കും. രാത്രി കണ്ണാടിയിൽ നോക്കുന്നത് കൊണ്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് ശാസ്ത്രീയമായി അവർ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരും പറയും. ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അങ്ങനെ പറയും, രാത്രി കണ്ണാടി നോക്കുന്നത് നല്ലതല്ല, കണ്ണിന് രോഗമുണ്ടാവും, കോങ്ങനുണ്ടാവും എന്നൊക്കെ. ഹദീസ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് തഴവ ഉസ്താദ് ഇങ്ങനെ പാടിയത്, മഹാരഥന്മാരെ ഉസ്താദുമാരൊക്കെ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു അന്ധവിശ്വാസമല്ല, പഴമക്കാർ വെറുതെ പറഞ്ഞു പരത്തുന്ന കാര്യവുമല്ല. ഖുർആൻ ഓതുമ്പോൾ കണ്ട് ഓതലാണോ കാണാതെ ഓതലാണോ നല്ലത്? പ്രത്യേകിച്ച് യാസീൻ കാണാതെ പലർക്കും അറിവുള്ളതാണല്ലോ. ആയതിനാൽ അത് നോക്കിയേ ഓതാവൂ എന്നുണ്ടോ? ചോദിച്ചിരിക്കുന്നത് അനൂപാണ്, എറണാകുളത്ത് നിന്നും. ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് കണ്ട് പാരായണം ചെയ്യൽ തന്നെയാണ്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് പഴയ കാലം പോലെയല്ല, ഖുർആൻ എടുത്തില്ല അതുകൊണ്ട് കാണാതെ അറിയാം. അങ്ങനെ നമ്മുടെ മൊബൈലുകളിൽ പോലും നമുക്ക് ഖുർആനുണ്ട്. ജസ്റ്റ് മൊബൈലൊന്ന് ഓണാക്കിയാൽ നമുക്ക് നമ്മുടെ ആ സൂറത്തുകളൊക്കെ കണ്ട് തന്നെ നമുക്ക് പാരായണം ചെയ്യാം. ഖത്തം തന്നെ വണ്ടിക്കകത്തിരുന്ന് ഓതാൻ പറ്റും, അങ്ങനത്തെ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ കാണാതെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കും തോറും ഒരുപാട് തെറ്റുകൾ അതിൽ വരും, നമുക്കറിയാൻ കഴിയില്ല. കാണാതെ നിരന്തരം കാണാതെയാണ് ഓതുന്നതെങ്കിൽ, കാണാതെ തന്നെ നമ്മൾ ഓതുള്ളെങ്കിൽ ഒരുപാട് തെറ്റുകൾ അതിൽ കടന്നുകൂടും. ആ തെറ്റിങ്ങനെ പറഞ്ഞ് നാവിൽ പതിഞ്ഞിരിക്കും, പിന്നെ അത് മാറില്ല. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും. ഖുർആൻ എന്ന് പറയുന്നത് നമുക്ക് ഹിദായത്ത് തരാനുള്ളതാണ്, നമുക്ക് നേർവഴി കാട്ടാനുള്ളതാണ്, നമ്മെ വഴിതെറ്റിക്കാനുള്ളതല്ല, നമ്മെ നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പരമാവധി കണ്ടോതുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബീഉൽ അവ്വലിൽ തുടങ്ങിയ സ്വലാത്ത് മജ്ലിസ് നമ്മൾ ആ മാസത്തിന് ശേഷവും തുടരുകയാണ്. എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം? ചോദിച്ചിരിക്കുന്നത് അബ്ദുൾ റഹ്മാനാണ്, അടൂരിൽ നിന്നും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, വളരെ നല്ല അഭിപ്രായം. എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല. കാരണം സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇങ്ങനെ സുജൂദിൽ കിടന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടുത്തുപോയി, റസൂൽ എഴുന്നേൽക്കുന്നില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുടെ റൂഹ് പിടിച്ചോ എന്ന് പോലും ഞാൻ സംശയിച്ചു എന്നാണ്. അത്രയ്ക്ക് ഞാൻ ഭയന്നുപോയി, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദൊക്കെ കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും അധികം സുജൂദിൽ കിടക്കാൻ കാരണം, അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ജിബ്രീൽ വന്നിരുന്നു, സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ജിബ്രീൽ വിശദീകരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 10 നന്മ കിട്ടുന്നു, 10 സ്വലാത്ത് കിട്ടുന്നു, ഒരു സ്വലാത്തിന് 10 പാപം പൊറുക്കുന്നു. അങ്ങനെ സ്വലാത്തിൻ്റെ ഒരു വലിയ പ്രതിഫലം തന്നെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് മുത്ത് റസൂൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ കൂലിയുള്ള ഈ സ്വലാത്തും ഈ മജ്ലിസും റബീഉൽ അവ്വലിൽ മാത്രമല്ല, റബീഉൽ അവ്വലിൽ വളരെ പ്രാധാന്യമാണ്. അത് ചൊല്ലി അത് ചെയ്ത് റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടും ആ മജ്ലിസ് ഇങ്ങനെ തുടരുകയാണ് വീട്ടിൽ. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ തുടരട്ടെ. എത്ര കാലം തുടർന്നാലും അതിൻ്റെ ഗുണവും നന്മയും നിങ്ങളുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പടച്ചോൻ സ്വീകരിക്കട്ടെ. ഈ വൈറസ് കാലത്ത് ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾക്ക് മാത്രമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും അതിൽ ലക്ഷക്കണക്കിന് ദിക്റും സ്വലാത്തുമൊക്കെ ചൊല്ലുകയും ചെയ്തു. എന്നാൽ ചിലർ പറയുന്നു ഇതൊന്നും ശരിയല്ല, പ്രതിഫലം കിട്ടില്ല എന്നൊക്കെ. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് എഴുതി അയച്ച് ചോദിച്ചത് റഫീഖ ഉമറാണ്, എറണാകുളത്ത് നിന്നും. ഈ വൈറസ് വ്യാപന കാലത്ത് ഈ വെറുതെ വീട്ടിലിരുന്ന് വാട്സപ്പുകളിലൂടെ ഫസാദ് പറയുക, ഈബത്ത് പറയുക, കല്യാണം മുടക്കുക, കൂട്ടിയടി ഉണ്ടാക്കുക, ഏഷണി അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്
സ്ത്രീകൾ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഖുർആൻ ദിക്ർ ചെല്ലുക, സംശയങ്ങൾ പറയുക, സംസാരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പറയുക, പുരുഷന്മാർ മാത്രം. പക്ഷേ ഇതിൽ സ്ത്രീകളെ മാത്രം ഉണ്ടാക്കിയിട്ട് ചില പുരുഷന്മാർ അതിൻ്റെ അഡ്മിനാണ്, ഞാനത് കൈകാര്യം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ ഫോൺ വിളിച്ചവരൊക്കെ നല്ലതുപോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകളെ നിയന്ത്രിക്കാൻ ഒരു പുരുഷൻ അവരുടെ ആവശ്യമില്ല, അത് വാട്സപ്പിൽ അവരങ്ങനെ ചെയ്തോളും. നമ്മളതിൽ കയറി ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പിശാചിന് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നോട് പലരും ഇങ്ങനെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പിലൊന്ന് സംസാരിക്കണം, ഒരു 10 മിനിറ്റ് ഒരു വോയിസ് തരുമോ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഒരിക്കലും അവരുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്ക് കയറി ചെന്നിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളായിട്ട് ഞാൻ കയറി സംസാരിച്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം പരിശോധിച്ചിട്ട് നല്ല ഗ്രൂപ്പുകളൊക്കെയാണ്, കുഴപ്പമില്ല, നല്ല സ്വലിഹാത്തുകളാണ്, നല്ല നല്ല നന്മകൾ മാത്രമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെറിയ വോയിസ്, ഒരു സന്തോഷത്തിന് ദുആയൊക്കെ ഇട്ടുകൊടുത്തിട്ടു എന്നല്ലാതെ അതിലേക്ക് അങ്ങനെ ഇടപെടൽ നമ്മൾ കുറയ്ക്കുന്നത് നല്ലതാണ്. കാരണം അത് അവരുടെ ലോകമാണ്, അവരങ്ങനെ പോകും. അതിനകത്ത് അവർക്ക് സംസാരിക്കാനുണ്ടാവും, ചർച്ചയുണ്ടാവും, സലാത്ത് ഉണ്ടാവും, ദുആ ഉണ്ടാവും. അവരുടെ ശബ്ദവും നോട്ടവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അപ്പോൾ ആ ശ്രദ്ധ നമുക്കെന്നും ഉണ്ടാവണം. ആ ശ്രദ്ധയോടുകൂടി തന്നെ ഇത്തരം ഗ്രൂപ്പുകളെ നാം പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ മകളാണെങ്കിലും നമ്മുടെ ഉമ്മയാണെങ്കിലും ഇത്തരം ഗ്രൂപ്പുകളിലൂടെ അവർക്ക് ഒരുപാട് നന്മയുണ്ടാവും. പിന്നെ കുറേ ആളുകൾ പറയും അതിൽ സലാത്ത് ചൊല്ലിയിട്ടെന്താ, അതിൽ ദുആ ചെയ്തിട്ടെന്താ, അത് ഓൺലൈനല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയും. എല്ലാം കാണുന്നതും കേൾക്കുന്നൊരു അള്ളാഹുവാണ്. ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും ഒക്കെ പടച്ചോൻ തന്നെ സ്വീകരിക്കണം. അതുകൊണ്ട് അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ട, അള്ളാഹുവിലേക്ക് നമ്മൾ ധൈര്യമായിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ.